പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവം വസിക്കുന്ന ഇടമാണ് ദേവാലയം. പരിശുദ്ധ കന്യകാമറിയാം ദൈവമന്ദിരമായി തീർന്നവളാണ്. വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നാം ഭക്ഷിക്കുന്ന കുർബാനയപ്പം ക്രിസ്തുവായി നമ്മുടെ ഉദരത്തിൽ വസിക്കുമ്പോൾ നാമും ദേവാലയത്തോട് സദൃശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ പറ്റിയുള്ള അറിയിപ്പ് സക്കറിയ പുരോഹിതന് ലഭിക്കുന്നത് ദേവാലയത്തിൽ വെച്ചാണെങ്കിൽ, ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയുള്ള അറിയിപ്പ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മ മറിയം എന്ന ദേവാലയത്തിലേക്ക് ദൂതൻ ഇറങ്ങി വന്നുകൊണ്ടാണ്. സ്വർഗത്തോളം ഉയർത്തപ്പെടുവാനുള്ള താഴ്മയും ഭൂമിയോളം താഴ്മപ്പെടുവാനുള്ള നിർമ്മലതയും കൊണ്ടാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തെ തന്നിലേക്ക് ചായച്ചിറക്കിയത്. മറ്റുള്ളവരുടെ സന്തോഷവും സങ്കടവും ഇറക്കി വെക്കുന്ന ദൈവമന്ദിരമായി മാറുവാൻ ഈ പരിശുദ്ധമായ ശൂനോയ നോമ്പിലൂടെ നമുക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.